ഇവനുണ്ടല്ലോ ഈ കാർത്തികേയൻ 6 കൊല്ലം മുമ്പ് നാട്ടിലെന്തോ കിടുമണി ഒപ്പിച്ച് ഇവിടെ വന്നതാ. കോടീശ്വരൻ. അരിപ്പ പോലത്തെ ഒരു ജട്ടിയും ഒരു പിഞ്ഞിയ കൈലി, അതായിരുന്നു പുള്ളിക്കാരന്റെ അന്നത്തെ സമ്പാദ്യം. അതെ, നിന്റെ ഈ പെർഫോമൻസ് എങ്ങാനും പുള്ളി കണ്ട പുള്ളി നിന്നെ ഇടിച്ച് തൂറിക്കും. പ്രത്യേകിച്ച് കാരണം വേണ്ട പുള്ളിക്ക്. കൈ കിട്ടിയാലേ നല്ല ഇടി ഇടിക്കും. 10-ാം നമ്പർ പറ്റില്ല, 7-ാം നമ്പർ വേണോല്ലേ? റൊണാൾഡോ ഫാൻ ആയതുകൊണ്ട് ചോദിച്ചു പോയതാ സാറേ. നിനക്ക് 7-ാം നമ്പർ ഞാൻ തരാം. ഇന്ന് നിന്റെ മൂക്കിന് ചൂണ്ടക്കെറുക്കാൻ ഇരയില്ലാതിരിക്കായിരുന്നു ഇവനെ കൊരുത്തിട്ടാ. ഞാനിപ്പോ വരുന്നു. പണിയെടുത്തോ. അതേടാ പുതിയ ആളാണല്ലേ? എന്നാ മോൻ ചേട്ടന്മാർക്ക് വേണ്ടി ഒരു പാട്ട് പാടിയാ കേക്കട്ടെ. പാട്ട് പാടാനാണോ? വൈ നോട്ട്? ചന്ത വാങ്ങിത്തരം മൊന്ത ആരാ നിന്റെ തന്ത. സാറേ ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. സാർ ആ സ്റ്റോർ റൂമിലേക്ക് ഒന്ന് വേണമായിരുന്നു. എന്തിനാടാ? ശർക്കര എടുക്കണം. ആ ഇപ്പൊ തരാം. സാറേ ശർക്കര എന്തിനാന്ന് നോക്കി. ശർക്കര എന്തിനാടാ? ഊട്ടപ്പരി ഉണ്ടാക്കാൻ. നിന്നെ പൊക്ക, നീ ഇവനെ പൊക്ക്. എന്നിട്ട് നമ്മളെ പോലീസ് പോക്കാനാ? ഒക്കെ പറയുന്ന കളി കളിക്കാനല്ല നമ്മളിവിടെ നിൽക്കുന്നത്. നമുക്ക് ഏറുപന്താ ഇഷ്ടം. അതെ, കളിക്കുന്ന ഏറുവന്ത് ഓക്കെ അല്ലേ? എറിഞ്ഞോ എത്ര വേണേ എറിഞ്ഞോ. എറി. എന്റെ ഏറ് നീയൊക്കെ താങ്ങോടാ ചോക്ലി പട്ടികളെ. ഞാൻ സത്യത്തിന്റെ ഭാഗത്ത് മാത്രമേ നിൽക്കുള്ളൂ. ആവശ്യമില്ലാത്ത തേറി സത്യം പറയാൻ നീ ആരടാ? വെടിയുണ്ട ആണോ? എന്നാ ഞാൻ ഹരികുണ്ട. നൈസ് ടു മീറ്റ് യു. നാളെ ഉണ്ടോടാ കൊച്ചു പിള്ളേരെ പോലെ കരഞ്ഞുകൊണ്ട് വാളന്റെ മുറിയിലേക്ക്. അത് തന്നെ. എടാ നീയൊക്കെ ഒരു ഗുണ്ടയാണോടാ? എടാ ആണെങ്കിൽ തല്ലി തീർക്കടാ. തല്ലി തീർക്കണ്ടാ, ഇടിച്ചു തീർക്കാം. അതെങ്ങനെയുണ്ട്? കൊള്ളാം. ഇതെങ്ങനെ